എല്ലാവർക്കും കിന്നു സ്റ്റിച്ചിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ മാക്സി നമ്മളുടെ ഷേപ്പാക്കാനാണ് പോകുന്നത്. പലർക്കും മാക്സി എടുക്കുമ്പോൾ ഷോൾഡർ കുറച്ച് ഇറങ്ങി നിൽക്കും. അങ്ങനെ നിൽക്കുമ്പോൾ നമുക്കൊരു വൃത്തികേടാണ്. അപ്പോൾ നമ്മൾ ഷോൾഡർ കൂടെ ഇതിൽ കുറച്ചിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം മാക്സിയെ തിരിച്ചിട്ടതിന് ശേഷം നമ്മുടെ കൈ അറ്റാച്ച് ചെയ്തിട്ടുള്ള ആ ഒരു ഭാഗം നമുക്ക് തുന്നഴിച്ചെടുക്കണം. ഇപ്പം നമ്മൾ സ്ലീവ് തുന്നഴിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നല്ല ഒരളവ് പാകമുള്ള ഒരു മാക്സി എടുത്തതിന് ശേഷം അതിൻ്റെ ഷോൾഡർ ലെങ്ത് ഒന്ന് നമുക്ക് അളന്നു നോക്കാം. ഇപ്പോൾ ഇതിൽ ഷോൾഡർ ലെങ്ത് നമുക്ക് 4 ആണ്. ആ 4 നമുക്ക് ഇവിടെ അടയാളപ്പെടുത്തി കൊടുക്കാം. മാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഷോൾഡറിൻ്റെ ആ ഒരു ഭാഗത്തേക്കാക്കിയിട്ട് ഇതുപോലെ ഒന്ന് ചെറുതായി ഒന്ന് കേർവ് ചെയ്തിട്ട് വരച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഈ മാർക്കിങ്ങിലൂടെ കട്ട് ചെയ്തെടുക്കാം. ഈ സൈഡും നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്തതിന് ശേഷം കട്ട് ചെയ്തെടുക്കണം. ഇപ്പം നമ്മൾ രണ്ട് ഭാഗവും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളുടെ അളവ് മാക്സി എടുത്തതിന് ശേഷം ഷോൾഡറൊക്കെ റെഡിയാക്കി വെച്ച് നല്ലതുപോലെ ഇതിൻ്റെ മുകളിലേക്ക് നിവർത്തി വയ്ക്കാം. ഇതിന് ശേഷം നമുക്ക് നമ്മളുടെ വണ്ണം ഉണ്ടല്ലോ അത് ഇതിലേക്ക് മാർക്ക് ചെയ്തെടുക്കാം. ഇപ്പം നമ്മൾ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് ഭാഗം കൂടി ഇതുപോലെ മാർക്ക് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ നടുമടക്കിയതിന് ശേഷം രണ്ട് സൈഡും ഒരേപോലെ വയ്ക്കാം. ഇതിന് ശേഷം അവിടെ നന്നായി ഒന്ന് അമർത്തിയതിന് ശേഷം ഒന്ന് കൊട്ടി കൊടുത്താൽ ആ ചോക്കിലുള്ള അതേ അടയാളം തന്നെ നമുക്ക് ഇപ്പുറത്തേക്കും കിട്ടും. അതുകൊണ്ട് നമുക്ക് രണ്ട് സൈഡും ഒരേപോലെ കിട്ടാം. ഇതിന് ശേഷം നമ്മൾ ഈ മാർക്കിങ്ങിൻ്റെ ചെറുതായ ഒരു ലൈന് കാണാൻ നമുക്ക് അതിലൂടെ നമുക്കൊന്ന് വരച്ചു കൊടുക്കാം. ഇനി നമുക്ക് മാക്സിയുടെ മൊത്തമായിട്ടുള്ള ഇറക്കം എടുക്കാം. എൻ്റെ മാക്സിയുടെ ഇറക്കം 47 ഇഞ്ചാണ് വരുന്നത്. അപ്പോൾ നമ്മൾ 1 ഇഞ്ച് തയ്യൽ തുമ്പ്, അതായത് താഴെ മടക്കി അടയ്ക്കാൻ വേണ്ടിയിട്ടാണ് ആ തയ്യൽ തുമ്പൂടെ കൂട്ടി ഞാനിവിടെ 48.5 ഇഞ്ച് എടുത്തിട്ടുണ്ട്. ഈ 48.5 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തതിന് ശേഷം ഒരു സ്ട്രെയിറ്റ് ലൈനായിട്ട് വരച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ മാർക്കിങ്ങിലൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് സ്ലീവാണ് തയ്ക്കേണ്ടത്. സ്ലീവിൻ്റെ താഴ്ഭാഗം നമുക്കൊരു 1/4 ഇഞ്ച് മടക്കിയതിന് ശേഷം ഒന്നുകൂടെ മടക്കി നമുക്ക് താഴെ വരെ തയ്ച്ചെടുക്കാം.
ഇപ്പോൾ നമ്മൾ തയ്ച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് സ്ലീവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഇതേപോലെ തന്നെ അടുത്ത സ്ലീവും തയ്ക്കണം. ഇനി നമുക്ക് ഇവിടെ എല്ലാ മാക്സിക്കും ഷോൾഡറിൽ ഒറ്റ സ്റ്റിച്ചേ ഉണ്ടാകത്തുള്ളൂ. അതുകൊണ്ട് നമുക്ക് ഒരു സ്റ്റിച്ച് കൂടെ കൊടുക്കാം. ഇനി നമുക്ക് സ്ലീവ് എടുത്തതിന് ശേഷം കൈക്കുഴി ചെറുതായി ഒന്ന് കുഴിച്ചു കൊടുക്കാം. കുറച്ച് മാത്രം മതി. എന്നിട്ട് നമുക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി ഈ കുഴിച്ച് വെട്ടിയ ഭാഗം ഫ്രണ്ടിലോട്ട് വരുന്ന രീതിയിൽ വെച്ചതിന് ശേഷം നമുക്ക് തയ്ച്ചെടുക്കാം. ആദ്യം നമ്മൾ വയ്ക്കേണ്ടത് ഇതിൻ്റെ സെൻറ്റർ ഭാഗവും ഷോൾഡർ ജോയിൻ ചെയ്ത ആ ഭാഗം കൂടി ഒരുമിച്ച് വെച്ചതിന് ശേഷം നമുക്ക് ആദ്യം ഒരു സൈഡ് തയ്ച്ചെടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് തിരിച്ചിട്ടതിന് ശേഷം നമുക്ക് ഇപ്പുറത്തെ സൈഡും 1/4 ഇഞ്ച് വിട്ടിട്ട് തയ്ച്ചെടുക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാനിപ്പോൾ വീഡിയോയിൽ ഒറ്റ സ്റ്റിച്ച് കൊടുക്കുന്നതായി കാണിക്കുന്നുള്ളൂ. നിങ്ങളെല്ലാവരും 2 സ്റ്റിച്ച് ഇടാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇനി നമുക്ക് അടുത്ത ഭാഗത്തിൻ്റെ സ്ലീവും ഇതുപോലെ വെച്ചതിന് ശേഷം നമുക്ക് തയ്ച്ചെടുക്കാം. ഇനി നമുക്ക് സ്ലീവിൻ്റെ വണ്ണമാണ് നോക്കേണ്ടത്. അതായത് നമ്മൾ ഇതുപോലെ വെച്ചതിന് ശേഷം അളവിൻ്റെ സ്ലീവ് മുകളിലായി വെച്ച് നമുക്ക് വണ്ണത്തിനനുസരിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം.
എന്നിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കാം. നമ്മൾ ആദ്യം വണ്ണം കൊടുത്തിട്ടുള്ള മാർക്കിങ്ങിലോട്ട് മുട്ടിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഈ മാർക്കിങ്ങിലൂടെ തയ്ച്ചെടുക്കാം. ഇനി അടുത്ത ഭാഗത്തും നമുക്ക് ഇതുപോലെ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ തയ്ച്ചിട്ടുള്ള സ്ലീവ് ഉണ്ടല്ലോ, ആ സ്ലീവിനെ നമുക്ക് ഇതിൻ്റെ മുകളിലോട്ടായിട്ട് വെച്ച് കൊടുക്കാം. ശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി ഈ മാർക്കിങ്ങിലൂടെ നമുക്ക് തയ്ച്ചെടുക്കാം. സൈഡിലായാലും നമ്മൾ 2 സ്റ്റിച്ച് കൊടുക്കുന്നത് എപ്പോഴും നല്ലതാണ്. സ്റ്റിച്ച് വിടാണ്ടിരിക്കും. ഇനി നമുക്ക് താഴ്ഭാഗമാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. താഴ്ഭാഗം നമ്മൾ ഇതുപോലെ ജോയിൻ ചെയ്ത പാർട്ടിൻ്റെ അവിടെ വെച്ചിട്ട് നമുക്ക് രണ്ടാക്കി ഒന്ന് മടക്കി കൊടുക്കാം. ഇതുപോലെ മടക്കിയതിന് ശേഷം നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. ചുറ്റുഭാഗത്തും നമുക്ക് ഇതുപോലെ വെച്ചതിന് ശേഷം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ നമ്മൾ മടക്കി സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒരിക്കലും വലിച്ച് സ്റ്റിച്ച് ചെയ്യരുത്, അപ്പോൾ വളഞ്ഞ് നിൽക്കും. ഇപ്പം നമ്മൾ ചുറ്റിലും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. താങ്ക് യു.